Hi friends, welcome to a new episode. It's been a while. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇന്ന് ഞാനിങ്ങനെ എൻ്റെ ഈ ഗാർഡനിലേക്ക് ഞാനിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ഇവിടെ കുറേ ഫ്രൂട്ട്സ് ട്രീസൊക്കെ ഉണ്ട്. മെയിനായിട്ട് ലെമൺ ട്രീ നോക്കുകയാണ്. കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സിട്രസ് ട്രീസ് ഉണ്ട്. കുറച്ച് ലൈമുണ്ട്, ഓറഞ്ച് ഉണ്ട്, മാൻഡറിൻ ഉണ്ട്. പിന്നെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാംകോട്ട്സ് എന്ന് പറയുന്നൊരു ചൈനീസും ഫിലിപ്പീനോസൊക്കെ ഉപയോഗിക്കുന്ന കുറേ വെറൈറ്റി ഉണ്ട്. ഞാനിന്ന് ഇവിടെ കുറച്ച് പുല്ലൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പം കുറേ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നു. പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ തെന്ന് പോയതായിട്ട് കാണുന്നുണ്ട്. എന്നുകൊണ്ട് ഇവിടെ ഒരു ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും മരത്തിൻ്റെ ഇലകളൊക്കെ തിന്ന് മരത്തെ നശിപ്പിക്കുന്ന ഒരു പെസ്റ്റാണ്. ഒരു മുയലിനെ കഴിഞ്ഞും ഒരു ഇച്ചിരി കൂടെ വലിപ്പം ഉണ്ടാവും അതിന്. കങ്കാരുവിനെ പോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്യാവിറ്റി ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് കുഞ്ഞുങ്ങളുണ്ടാക്കി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ അത് ക്യാരി ചെയ്യും. അങ്ങനെ ഒരു തരം പെറ്റ്സാണ്. പോസം എന്നാണ് പേര്. അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാപ്പ് ഉണ്ടാകും. ഇവിടെ ഓൾറെഡി ഒരു ട്രാപ്പ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു ഫ്രൂട്ട്സ് വെച്ചിട്ട് അതിനെ ട്രാപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കൊരു ട്രാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പോസൺ ട്രാപ്പ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു ആപ്പിള്, പിന്നെ കുറച്ച് നമ്മുടെ സിനമോൺ പൗഡർ, നമ്മുടെ കറുവപ്പട്ട അതിൻ്റെ പൗഡർ. അത് വേണ്ടത് ഒരു ആപ്പിൾ ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് സിനമോൺ പൗഡർ നല്ല തിക്കായിട്ട് എടുത്ത് ഇതുപോലെ പിന്നെ ആപ്പിളിൻ്റെ നമ്മുടെ കട്ട് ചെയ്ത ഭാഗത്തേക്ക് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ അത് പോവാതെ ഒന്ന് വെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സ്മെല്ല് ഇതിൻ്റെ അകത്ത് വരും. നല്ലപോലെ റബ്ബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇത് അതിൻ്റെ ട്രാപ്പിൻ്റെ അകത്തേക്ക് ട്രാപ്പ് ചെയ്ത് വെക്കണം. ഇതാണ് നമ്മുടെ പോസൺ ട്രാപ്പ്. നമ്മുടെ ഒരു പകുതി പീസ് ആപ്പിൾ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ അങ്ങ് വെക്കും. ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കളിപ്പിച്ച് വെക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമ്മളിതിങ്ങനെ ടൈറ്റായിട്ട് ഇതിങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചിങ്ങനെ വെക്കും. അപ്പോൾ ഈ ആപ്പിളിൻ്റെ സിനമോണിൻ്റെ മണം അടിച്ച് ഇതിൻ്റെ വന്ന് കഴിയുമ്പോൾ അതങ്ങ് അതിൻ്റെ അകത്തേക്ക് വീണോളും. ഒരെണ്ണം ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കളിപ്പിച്ച് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഹാൻഡിൽ പിടിച്ച് ഇങ്ങനെ വലിച്ച് ടൈറ്റായിട്ട് വെക്കുക. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനി നാളെ രാവിലെ ഇത് വന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെ എടുത്ത് കമത്തി ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റക്കായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗർ ഒടിയാൻ വരെ ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് പവർഫുള്ളാണ് അതിൻ്റെ ആ സ്പ്രിങ് സിസ്റ്റം അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. ഹലോ, ഞാൻ ഇന്നലെ നമ്മുടെ പോസത്തിനെ പിടിക്കാനുള്ള ട്രാപ്പ് ഇന്നലെ രാത്രിയിൽ ഞാൻ അത് കളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിന്ന് റെഡിയായോ എന്ന് നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ തന്നെ പോയി നോക്കാം. അപ്പം നമുക്ക് പോകാം. ഷൂ ഇത് ലെഫ്റ്റ് ആൻഡ്
വാ നമുക്ക് പോകാം. വാ നോക്കാം. ട്രാപ്പിൽ വീണ് കിടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നല്ലൊരു ഇന്ന് രാവിലെ ഞാനൊരു സൗണ്ട് കേട്ടായിരുന്നു. അത് നമ്മുടെ ഈ പോസം വീണതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒരു ഡക്സ് കൂടി ചാടി പുറത്ത് ചാടിയിട്ടുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് അതിനെ പിടിച്ചിടണം. അതെ, പോസം വീണിട്ടുണ്ട്. നമ്മൾ അടുത്തേക്ക് വരുവാണ്. Oh, look at that! Woohoo! ഇതാണ് പോസം. ഇത് നമ്മുടെ ട്രാപ്പിൻ്റെ അകത്ത് കുടുങ്ങി ശരിക്കും ചത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതാദ്യം ഇങ്ങനെ വലിച്ച് ഇത് അൺഡു ചെയ്തിട്ട് ഇതിനെ പിടിച്ച് ഇതാണ് നമ്മുടെ ന്യൂസിലാൻഡിലെ മെയിൻ പെസ്റ്റ് എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ പേരാണ് പോസം. ഇത് ഒരു ഇവിടുത്തെ നേറ്റീവ് ആൾക്കാരായ മൗറീസ് ഇതിനെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സ്കിന്നെടുത്ത് നമുക്ക് ഈ ടേബിളിലിടാനും സ്കിൻ നല്ല പ്രോസസ്സ് ചെയ്ത് ഇടാനും ഒക്കെ പറ്റും. ഇതാണ്. പക്ഷേ ഇത് ശരിക്കും ഒരു ഭയങ്കര പെസ്റ്റാണ്. ഈ ചെടികളുടെ ഇലയെല്ലാം തിന്ന് നശിപ്പിക്കുന്ന ഒരു പെസ്റ്റാണ്. ഇതിനെ മാക്സിമം ഗെറ്റ് റിഡ് ഓഫ് ചെയ്യണം. ഇത് കങ്കാരു വംശത്തിൻ്റെയാണ്. ഇതിന് ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയിലാണ് ഒരു കങ്കാരുവിനെ പോലെ ഒരു ക്യാവിറ്റി ഉണ്ട്. അതിൻ്റെ അകത്താണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇത് ക്യാരി ചെയ്യുന്നത്. ഇത് ന്യൂസിലാൻഡിലെ മെയിൻ പെസ്റ്റാണ് പോസം. ഈവിൾ ഫേസ്. Possum, yeah. Yeah, possum. Whoa. Possum. Whoa. Whoa. ഇനി ഇതിനെ ഞാൻ ഇതിൻ്റെ സ്കിന്ന് എടുത്ത് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നല്ലൊരു സ്കില്ല് വേണം ഇതിൻ്റെ സ്കിന്നെടുക്കാൻ വേണ്ടി. ഇതിൻ്റെ രോമങ്ങളൊന്നും പോകാതെ പതുക്കെ മൊത്തത്തിൽ കട്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ സ്കിൻ ഡാമേജ് ആകാതെ അത് നല്ലൊരു സ്കില്ല് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് വെയിലത്തിട്ട് ഉണക്കി നമുക്ക് ടേബിളിലൊക്കെ ഇടാനും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. ഇനി ഞാൻ ഇതിനെ കൊണ്ട് കുഴിച്ചിടാൻ പോവാണ്. ഇനി തിരിച്ചു വന്ന് ഇതിന് അടുത്ത ട്രാപ്പ് ചെയ്യണം. അപ്പം ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. Say bye. Say bye. Not meow, not cat.